ആദ്യമായിട്ടാണ് KCAയുടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടുന്നത്. അതിന് സത്യത്തിൽ നന്ദി പറയേണ്ടത് സൺലൈറ്റിനോട് തന്നെയാണ്. കാരണം ഞാനിവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിനുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇതിൽ വരണം എന്നാവശ്യപ്പെടുന്നതും കൃത്യം എൻ്റെ ഷൂട്ടിംഗ് ഇങ്ങനൊരു ദിവസം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് നൈറ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ഈ ടിക്കറ്റ് ലോഞ്ചിങ് വെക്കാമെന്ന് ഏൽക്കുകയും അങ്ങനെ എനിക്കിത് ഇവിടെ വന്ന് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടുകയും ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം എന്ന് പറയാൻ കാര്യം, ബഹുമാനപ്പെട്ട KCA സെക്രട്ടറി നാനയും വെള്ളി നക്ഷത്രവും ഒക്കെ വായിച്ചാണ് വളർന്നതെന്ന് പറഞ്ഞു. ഞാൻ വിസ്റ്റിനൊക്കെ വായിച്ചാണ് വളർന്നത്. ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഞാനൊരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥനായിട്ടും കേരള സൂപ്പർ ലീഗിന്റെ ലോഞ്ചിന് ഞാൻ ക്രിക്കറ്റ് പാഷൻ ആണ് എൻ്റെ മെയിൻ സ്പോർട്സ് പാഷൻ എന്ന് വേദിയിൽ പറഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും പ്രേമിക്കുന്ന സമയത്ത് അവൾ എനിക്ക് ആദ്യമായി വാങ്ങിച്ചു തന്ന ഗിഫ്റ്റുകളിൽ ഒന്ന് ഒരു ഗ്രേ നിക്കൽസ് ബാറ്റാണ്. അപ്പോൾ അതിപ്പോഴും ഉണ്ട് വീട്ടിൽ. അപ്പൊ അത്രയും പാഷനറ്റ് ആയിട്ട് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇങ്ങനൊരു ചെറിയ രീതിയിൽ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഫിക്സ്ചറിന്റെ ഓർഗനൈസിങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നമ്മുടെ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് വെന്യൂ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ട, ഇനിയും വലിയ രീതിയിൽ ഫെയിം കിട്ടേണ്ട ഒരു വെന്യൂ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാങ്ഖഡെ പോലെയും ഫിറോസ് ഷാ കോട്ട്ല പോലെയും ഈഡൻ ഗാർഡൻസ് പോലെയും ചെപ്പാക്ക് പോലെയും ഒക്കെ ഒരു ഐക്കോണിക് ക്രിക്കറ്റ് വെന്യൂ ആയി വരാൻ ഉള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയാണ് അദ്ദേഹം പറഞ്ഞ 2017 ഓൾമോസ്റ്റ് വാഷ് ഔട്ടായ ആ മാച്ചിനെ കുറിച്ച്. അന്ന് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കലായിട്ട് അറിയാവുന്ന ക്രിക്കറ്റ് പ്രേമികൾ, ഞാൻ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ, ഈ സ്റ്റേഡിയത്തിന്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് ഭയങ്കര അഭിമാനപൂർവ്വം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഗ്രേറ്റ് വർക്ക്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്രിക്കറ്റ് മാച്ച് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നും സെന്റർ സ്ട്രിപ്പിൽ പോയി കുറച്ചു നേരം ഇങ്ങനെ ബാറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇറ്റ് ഇസ് ട്രൂലി ഒരു ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ ഫിക്സ്ചേഴ്സ്, ടെസ്റ്റ് മാച്ചുകളും വൈറ്റ് ബോൾ ക്രിക്കറ്റും എല്ലാം തന്നെ വരേണ്ട ഒരു ട്രൂലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വെന്യൂ ആണ്. അതിനെയും വരും കാലങ്ങളിൽ BCCIയും ICCയും ചേർന്ന് ഇങ്ങനൊരു വെന്യൂവിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവുകയും വല്ലപ്പോഴും ഒരു ഇന്റർനാഷണൽ മാച്ച് എന്നുള്ളതിലുപരി ഇന്ത്യയിൽ എപ്പോൾ ഒരു ഇന്റർനാഷണൽ ടീം ടൂർ ചെയ്താലും ഒരു ഫിക്സറെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ നിർണായകമായ ഒരു സീരീസാണ്. എന്നെ പോലെ ഒരു സാധാരണ ക്രിക്കറ്റ് ആസ്വാദകന് നമ്മുടെ റെഡ് ബോൾ ടീമും വൈറ്റ് ബോൾ ടീമും വെൽ അണ്ടർ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ടീം സ്ട്രാറ്റജിയും ലോങ് ടേം ടാക്ടിക്കൽ പ്ലാനിങ്ങും എല്ലാം കുറച്ച് ഡയറക്ഷൻലെസ് ആണോ എന്ന് തോന്നുന്നത് സ്വാഭാവികം. അങ്ങനെ ഇരിക്കെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായി ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടീംസിലൊന്നായ ന്യൂസിലാൻഡിനൊപ്പമുള്ള ഈ സീരീസിന്റെ അവസാനത്തെ ഫിക്ചർ, ഒരു പക്ഷേ ലോകകപ്പിന് മുമ്പായിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ മാച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഒരു കീൻ ക്രിക്കറ്റ് ഒബ്സർവർ ആൻഡ് ഫാൻ എന്ന നിലയ്ക്ക് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മാച്ച്. ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ 5 ടിക്കറ്റ് എന്ന് ചോദിച്ചേനെ. ചോദിക്കുന്നില്ല, കാരണം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് കിട്ടാത്ത ടിക്കറ്റ് ഇവിടെ സൺലൈറ്റിന് കൊടുത്ത് ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ദ മാച്ച് ലൈവ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫുൾ ഹൗസ്. നമ്മൾ മലയാളികളുടെയും തിരുവനന്തപുരത്തുകാരുടെയും ക്രിക്കറ്റ് ആവേശം എന്താണെന്ന് ഒരിക്കൽ കൂടി ജനുവരി 31 ലോകം അറിയട്ടെ. നന്ദി, നമസ്കാരം.